ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഗോതമ്പ് പുട്ടാണ്. അതിന് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലിട്ട് കുഴയ്ക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഗോതമ്പ് പൊടി പാത്രത്തിലിട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മണം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ കട്ട കെട്ടും. അത് നന്നായി കൈകൊണ്ട് തിരുമ്മി ഒന്ന് സോഫ്റ്റ് ആവണം. എത്ര കണ്ട് ഗോതമ്പിൻ്റെ കട്ട ഉടച്ച് തിരുമുന്നു അത്രയും ഗോതമ്പ് മാവ് സോഫ്റ്റ് ആവണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് നന്നായി തിരുമ്മി കൊടുക്കണം. എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് ഗോതമ്പ് പുട്ട്. അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇന്നലെ പറഞ്ഞു ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവർക്ക് ഗോതമ്പ് പുട്ടിന് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിൽ അവർ കഴിച്ചോളും. പഞ്ചസാര ആയാലും ഇട്ട് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. പഞ്ചസാര ആയാലും കൂട്ടി ഗോതമ്പ് പുട്ട് അവർ കഴിച്ചോളും. ഗോതമ്പ് പുട്ട് ഇതുപോലെ കൈകൊണ്ട് കട്ട ഉടച്ച് കൊടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് കട്ടകളെല്ലാം മുറിച്ച് കൈകൊണ്ട് തിരുമ്മി ഇത്തിരി നേരം ഒന്നിങ്ങനെ തിരുമ്മി കൊടുത്താൽ തന്നെയാണ് ഈ ഗോതമ്പ് പുട്ടൊന്ന് ഒരു പുട്ടിൻ്റെ പരുവത്തിലേക്ക് തന്നെ ഒന്നായി കിട്ടുള്ളൂ. അരിപ്പൊടി പുട്ട് പിന്നെ ഇത്രയും നേരം ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ട. പുട്ടിൻ്റെ പരുവത്തിലൊന്നായി കിട്ടാൻ ഇത്രയും നേരം ഒന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഗോതമ്പിൻ്റെ പുട്ടായതുകൊണ്ടാണ് ഇത്രയും നേരം ഇങ്ങനെ നിന്ന് കുഴയ്ക്കേണ്ടി വരുന്നത്. ഒന്ന് പുട്ടിൻ്റെ പരുവത്തിലായി കിട്ടാൻ ഒത്തിരി നേരം ഒന്ന് കൈകൊണ്ട് തിരുമ്മണം. പിന്നെ കുറേശ്ശെ തേങ്ങ ചേർത്ത് തിരുമ്മി കൊടുക്കുകയാണ്. ഇനി പുട്ടുകെട്ടിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അതിൽ കുറേശ്ശെ മാവ് കോരിയിട്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. വീണ്ടും കോരി ഇട്ട് കൊടുത്ത് മീതെ തേങ്ങ പീരയും വെച്ച് ആവി വരുന്ന പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി പുട്ട് വെന്തു
വെന്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുത്തി കൊടുത്തു. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി.